ഹലോ ഫ്രണ്ട്സ്, ഞാൻ രമാഫൈ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് ജെസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിയർ ഫ്രണ്ട്സ്, ഒമാനിൽ ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനായിരുന്ന ശ്രീ വിശാഖ് ശങ്കർ സാർ സ്വദേശത്തേക്ക് തിരിച്ചു വന്നിട്ട് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ട് സ്വദേശത്തേക്ക് തിരിച്ചു വന്നാണ് നമ്മുടെ നാട്ടിൽ ഈ മനോഹരമായ ഈ അക്വാ ഫാം നടത്തുന്നത്. കൊല്ലം ജില്ലയിലുള്ള ചാത്തന്നൂർ ജംഗ്ഷനിലാണ് ഭൂതത്താൻ ക്ഷേത്രത്തിനടുത്താണ് ഈ ഫാം ഉള്ളത്. ഇവിടെ വൻ വിലക്കുറവിൽ നിങ്ങൾക്ക് എല്ലാ തരം അലങ്കാര മത്സ്യങ്ങളും അലങ്കാര ചെടികളും വാങ്ങാവുന്നതാണ്. വിവിധ തരം ഗപ്പികൾ, സീബ്ര, ഓസ്കാർ, ഏഞ്ചൽ, പോളാർ ബ്ലൂ, മോളി, പ്ലാറ്റി, ടെട്ര, സോട്ടെയിൽ, ഫൈറ്റേഴ്സ്, ഷെൽനോസ്, അലിഗേറ്റർ ഗാർ, റെഡ്ടെയിൽ കാറ്റ്ഫിഷ്, മലബാർ സ്നേക്ക് ഹെഡ് തുടങ്ങി അലങ്കാര മത്സ്യങ്ങളുടെ വിപുലമായ ശേഖരം, 10 വെറൈറ്റി അക്വാറ്റിക് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് തുടങ്ങി വീട്ടിൽ അലങ്കാരത്തിന് ആവശ്യമായത് എല്ലാം ഒരു കുടക്കീഴിൽ ഒഴുക്കിയിരിക്കുന്ന അമ്മൂസ് അക്വാ പാർക്കിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമാണോ സാർ? സുഖമാണ് ടീച്ചർ. സുഖമായിട്ട് സുഖം സാർ. ഈ അക്വാ ഫാം തുടങ്ങിയിട്ട് എത്ര നാളായി സാർ? ഇത് പിന്നെ നമ്മുടെ കൊറോണ സമയത്ത് തുടങ്ങിയാണ്. അതിന് മുമ്പേ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് ചെറിയ തോതിൽ ഈ പിന്നെ ഓർണമെന്റൽ ഫിഷ് വളർത്തുന്നത്. ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ ഒരു വലിയ ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ ഗപ്പിയൊന്നുമില്ല, കാർപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. പിന്നെ ഇവിടെ വന്ന കൊറോണ സമയത്ത് നമ്മൾ ക്ലാസ് ഒന്നുമില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് തുടങ്ങിയ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് 1-2 ഗപ്പീസിന്, പിന്നെ അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നൊക്കെ അറിയുന്ന അപ്പോഴാണ്. അപ്പൊ അങ്ങനെ അതൊരു ക്രൈസായി. ഞാൻ പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് ഇവിടെ ഉള്ള പരിസരത്തുള്ള ബ്രീഡർമാരുടെ അടുത്ത് മൊത്തം പോകുമായിരുന്നു. അതായത് എല്ലായിടത്തും പോയിട്ട് 2 ഗപ്പി, 2 സ്ട്രെയിൻ, 3 സ്ട്രെയിൻ, അങ്ങനെ അവസാനം 10-40 സ്ട്രെയിനിന്റെ പുറത്തായി ഒരു സമയത്ത് ഇവിടെ. അപ്പൊ അങ്ങനെ പിന്നെ വിൽക്കാതെ നിവർത്തിയില്ല. അപ്പൊ ഈ കൊറോണ സാറിനൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ പറയാം. സത്യം പറഞ്ഞാല് ഞാൻ ആദ്യം ഇതിന്റെ പേര് കൊറോണ എന്ന് ഇടാന്ന് വിചാരിച്ചേ. പിന്നെ അതൊരു അസുഖത്തിന്റെ പേര് വെച്ചിട്ട് ഒരു സ്ഥാപനം ഇങ്ങനെ തുടങ്ങുന്ന വിചാരിച്ചിട്ടില്ല, അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ മോളുടെ പേരിൽ മുമ്പ് ഇവിടെ ഒരു ബേക്കറി ഓൾറെഡി ഉണ്ടായിരുന്നു പണ്ട്, ഒരു 10-18 കൊല്ലം ഉണ്ടായിരുന്നു. അത് പിന്നെ ശ്രീജയുടെ അച്ഛൻ മരിച്ചപ്പോഴും പിന്നെ അങ്ങ് നിർത്തിയതാ. അതിന്റെ പേര് അമ്മൂസ് ബേക്കറി എന്നായിരുന്നു. അപ്പൊ ആ പേര് തന്നെ കിടക്കട്ടെന്ന് വെച്ചു. അലങ്കാര മത്സ്യങ്ങൾ എത്ര തരം വളർത്തുന്നുണ്ട് സാർ? ഇവിടെ നമ്മൾ പ്രധാനമായും ഗപ്പീസ് ആണ്. പിന്നെ പണ്ട് 40ഓളം ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് പിന്നെ അതിന് പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ എണ്ണം കുറച്ച് 12 സ്ട്രെയിന് ഇപ്പൊ ചെയ്യുന്നുണ്ട്. എങ്കിലേ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റൂ. ഈ പിന്നെ 40-50 സ്ട്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അല്ല, അങ്ങോട്ട് ഇത് മിക്സ് ആവാൻ പറ്റത്തില്ല. ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഇതിനകത്ത് മാത്രം ഇട്ട് വളർത്താൻ പറ്റും. ഒരു ടാങ്ക്, അത് ഒരു ടാങ്ക് അല്ല, ഒരു സ്ട്രെയിൻ വളർത്താൻ ഏകദേശം 6 ടാങ്കോളം വേണം. അപ്പൊ അങ്ങനെ 50 ഈ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ടാങ്ക് വേണം. അപ്പോ അതിന് നമുക്ക് 300 ടാങ്കിന്റെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ള സ്ഥലത്തിനകത്ത് ഈ ക്വാളിറ്റി ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിക്കുക. അങ്ങനെ 12 സ്ട്രെയിനോളം ഗപ്പീസ് ഉണ്ട്. അതുകൂടാതെ ബെറ്റാസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഏഞ്ചൽ ബ്രീഡ് ചെയ്യുന്നുണ്ട്, പോളാർ ബ്ലൂ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരുമിച്ചിടാം. ഒരു വലിയ ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് പോളാറിന്റെ കുഞ്ഞുങ്ങളെയും ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ വേണമെങ്കിൽ ഒരുമിച്ചിട്ട് വളർത്താവുന്നതേ ഉള്ളൂ. പിന്നെ പ്ലാറ്റി ഉണ്ട്, സോട്ടെയിൽ ഉണ്ട്. സാർ, ഇവിടെ വളർത്തുന്ന ഗപ്പികളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ. ഇത് AFR എന്ന് പറഞ്ഞ ആൽബിനോ ഫുൾ റെഡ്, ഈ ചുമന്ന കണ്ണുള്ള തരം ഫിഷാണ്. പിന്നെ ബോഡിയിൽ മൊത്തം ചുമപ്പായിരിക്കും. അപ്പൊ അങ്ങനെ ആൽബിനോ ഫുൾ റെഡ്, അതിന്റെ ഹൈ ഡോർസലാണിത്. ഡോർസൽ നല്ല വലിയ വിടർന്ന ഡോർസലായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചിട്ടാണ് വളർത്തുന്നത്. അപ്പം അവിടെ കണ്ടത് AFRന്റെ മെയിൽ ആണെങ്കിൽ ഇത് ഫീമെയിലാണ്. അപ്പൊ 2 ടബ് വീതം തിരിച്ചിട്ട് വളർത്തണം. എന്നിട്ട് അത് പിന്നെ പ്രായപൂർത്തി ആകുമ്പോഴത്തേക്കും അതിനകത്ത് ഈ വേറെ ഡീഫോമിറ്റീസ് ഒന്നും ഇല്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിഷുകളെ മാത്രം നമ്മൾ ഒരുമിച്ച് വീണ്ടും ഇടും. എന്നിട്ട് അതിനെയാണ് വിൽക്കുന്നത്. എന്തെങ്കിലും കുഴപ്പങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീഫോമിറ്റീസ് ഉള്ളതിനെയൊക്കെ നമ്മൾ മാറ്റിയിട്ടിട്ട് അത് മിക്സ്ഡ് ഗപ്പി എന്ന് പറയേണ്ട ഒരു കാറ്റഗറി ഉണ്ട്. ചെറിയ നിസ്സാരമായ വിലയ്ക്ക് അത് കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ പരിപാടി. ഇത് ബ്രീഡ് ചെയ്യുന്ന ഐറ്റം ആണല്ലോ സാർ? ഇതെല്ലാം നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്യുന്ന സാധനങ്ങളാണ്.
ബ്രീഡ് ചെയ്യാതെ സാറ് പുറത്തുനിന്ന് വാങ്ങി വിൽക്കുന്ന വെറൈറ്റികൾ? അതിപ്പോ മോൺസ്റ്റർ ഫിഷുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള ഫിഷുകളൊക്കെ അധികം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും. ഇപ്പം ഗപ്പീസ്, പ്ലാറ്റി, സോട്ടയില്, ഏഞ്ചല്, പിന്നെ വിഡോടെട്ര, പോളാർ ബ്ലൂ, ബെറ്റ, ഇതൊക്കെ നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കുറെ സാധനങ്ങൾ, പിന്നെ സോട്ടയില്, ഫ്ലാറ്റി, ഇതെല്ലാം നമ്മൾ. അപ്പോൾ ഇവിടെ ബ്രീഡ് ചെയ്യുന്ന ഇനം മത്സ്യങ്ങൾക്ക് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ നിലവിൽ മാർക്കറ്റിലുള്ളതിലേക്ക് വെച്ച് ഏറ്റവും ആദായ വിലയിലാണ് കൊടുക്കുന്നത്. ശരി സാർ. ഇത് ആൽബിനോ കൊയ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. അതിന് ഒരു ചുമന്ന ക്യാപ്പ് ആണ് അതിന്റെ ഈ ഫ്രണ്ടിൽ കണ്ടില്ല. അപ്പം അതാണ് അതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാധനമാണ്. വില വരുന്നത് ഇത് 250 രൂപയാണ് ഒരു പെയറിന്. മറ്റത് പിന്നെ AFR ഒക്കെ എന്ന് പറഞ്ഞാൽ 200 ആ ഒരു റേഞ്ചിൽ. ഇത് സെയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഏത് വെറൈറ്റിയാ സാറേ ഈ മറ്റേ ഗപ്പികളിൽ? ഗപ്പികളില് ഈ ആൽബിനോ കോയി ഐറ്റംസ് ഭയങ്കര ഡിമാൻഡുള്ളതാണ് ഇപ്പം. പിന്നെ ഈ സോളിഡ് കളേഴ്സ് ഉള്ള അതിന് പിന്നെ AFR, പിന്നെ ഫുൾ റെഡ്, പിന്നെ ഫുൾ ബ്ലാക്ക്, ഫുൾ ഗോൾഡ്, ഇങ്ങനെയൊക്കെയുള്ള സോളിഡ് കളേഴ്സിനും നല്ല മാർക്കറ്റാണ്. പിന്നെ ചെവിയുള്ള ഐറ്റംസ് ഉണ്ട്, ഇയർ ഉള്ള സംഭവം. അത് ഒരു ഹരമാണ്. ഇത് നമ്മുടെ സാന്റാക്ലോസ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിൻ ആണ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് സാന്റാക്ലോസ് നമുക്ക് അവിടെ കിടപ്പുണ്ട്. അത് ഇനിയിപ്പോൾ അടുത്ത കാണിച്ചു തരാം. ഇത് അതിന് മുമ്പുള്ള ഒരു സ്ട്രെയിൻ ആണ്. അപ്പോൾ അതിന്റെ മെയിൽസ് ആണ്, ഫീമെയിൽസ് താഴെ ഉണ്ട്. പിന്നെ ഇത് മെറ്റൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഫിഷ് ആണ്. മെറ്റൽ ബ്ലാക്ക്. അതെ, അതിന്റെ കുഞ്ഞുങ്ങൾ കുറച്ച് ഇവിടെ റെഡിയായി കിടപ്പുണ്ട്. അപ്പം അതിനെ കുഞ്ഞുങ്ങളെ ആയിക്കഴിഞ്ഞാൽ അപ്പോഴേ ടബിലോട്ട് അങ്ങ് പിടിച്ച് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുങ്ങള് ഈ പിന്നെ ഈ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഈ ഗപ്പിക്ക്. ഇതിനല്ലേ? ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് ഫുൾ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ ഇതിന് ഈ പറയുന്ന പോലെ ഗോൾഡ് കളർ ആയിരിക്കും. ഫീമെയിൽസിന് കുറച്ചുകൂടെ ഒരു ഗോൾഡ് കളർ ആയിരിക്കും. അപ്പം ഇതിന് ചെറിയ ഒരു ഇയറും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് പെയർ റേറ്റ് എങ്ങനെ പോകും സാർ? ഇത് 150 ആ റേഞ്ചാണ്. ഇതൊക്കെ നല്ല സെയിൽ ഉണ്ടല്ലോ സാർ? ഇതൊക്കെ നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സാധനങ്ങൾ സാറേ. ഈ രണ്ട് തട്ടായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്ഥലം നമുക്ക് ഒരുപാട് അതെ അതെ അതെ. നമ്മൾ ആദ്യം ഈ ഫ്രിഡ്ജ് ബോക്സിലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഫ്രിഡ്ജ് ബോക്സിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിന് പുറത്തൊരു കോട്ടിംഗ് ഉള്ളത് കൊണ്ട് ഈ ചൂടും തണുപ്പും അത്ര പെട്ടെന്ന് ഈ വെള്ളത്തിനെ ബാധിക്കത്തില്ല. അപ്പൊ അത് ഫ്രിഡ്ജ് ബോക്സിന്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലീക്ക് നമ്മൾ മറ്റേ MCയിലൊക്കെ ഇട്ട് ഒട്ടിച്ചാണ് എടുക്കുന്നത്. അപ്പൊ അത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലീക്ക് വരാൻ. പിന്നെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണല്ലേ വെക്കാൻ പറ്റും, അതിന്റെ പുറത്ത് വേറെ വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്രയും സ്ഥലത്ത് 2 തട്ടായിട്ട് പിന്നെ സാധനം വെക്കുമ്പോഴത്തേക്ക് അത്രയും കൂടുതൽ സാധനം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാറേ ഈ പുതുതായിട്ട് ഈ അക്വേറിയം തുടങ്ങുന്നവർക്ക് ഈ ഒരു സെറ്റിങ്സ് യോജ്യമല്ലേ സാർ? അനുയോജ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഈ തുടച്ചു വിട്ടെടുത്തു കഴിഞ്ഞാൽ അഴുക്കധികം നടുക്ക് വന്നിങ്ങനെ അടിയും. അപ്പൊ അവിടെ നിന്ന് ട്യൂബ് ഇട്ടങ്ങ് വലിച്ചു കളഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. അപ്പം ഈ തുടക്കക്കാർക്ക് വേണമെങ്കിലും ഇത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യം ഉണ്ട്. 1000 രൂപ. ഏത് ബിസിനസിനും വൺ ടൈം. അതെ അതെ. അത് കഴിഞ്ഞാൽ ഇത് കുറെ കാലം കിടക്കുമല്ലോ. കിടക്കും. നല്ല ലാസ്റ്റിംഗ് ആണ് ഇത്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാറേ, ഇത് ലാഭകരമാണോ സാർ? അതായത് തൊഴിലില്ലാതെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ലാഭകരമായിട്ട് സാറിന്? ലാഭകരമൊക്കെ തന്നെയാണ്. പക്ഷെ ഈ പിന്നെ നമുക്ക് ധനികനാവുക എന്നുള്ള ഒരു അത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഇത് കൊണ്ട് നമുക്ക് ഒരു ഫാമിലിക്ക് ജീവിക്കുന്നതിന് ഇത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഏതെങ്കിലും പിന്നെ മറ്റ് കച്ചവടം, തുണി കച്ചവടം പോലെ അല്ല ഇത്. നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇൻട്രസ്റ്റ്. നമുക്ക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് വേണം. ഇത് കഠിനമായ ജോലിയൊന്നും ഇതിലില്ല. പക്ഷേ എന്നാ മെനക്കെട്ട പണി ഉണ്ട് തന്നെ. അപ്പം ഇത് നമുക്ക് എപ്പോഴും റീ അറേഞ്ച് ചെയ്ത് ഇതിനെ മാറ്റി മെയിലും ഫീമെയിലിനെയും തിരിച്ചിടണം. എപ്പോഴും ഒരു കണ്ണ് ഇതിനകത്ത് വേണം. ഹാർഡ് വർക്ക് അല്ല, പക്ഷേ നമുക്ക് ഒരു സന്തോഷം കിട്ടും. പക്ഷെ മെനക്കേടാണ്. അത് മെനക്കേടായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര മെനക്കേടാണ്. കാര്യം തന്നെ ഒരു ആഴ്ചയിലിരിക്കുക ഈ ഇത്രയും ടാങ്കിലെയും വെള്ളം വലിച്ചു കളയണം. പിന്നെ 3 നേരം ഇതിന് തീറ്റി കൊണ്ട് കൊടുക്കണം. അത് ഈ
കൂടിയ കുഴപ്പം കുറഞ്ഞ കുഴപ്പം. ഇത് സാറും വൈഫും ഒറ്റയ്ക്ക് രണ്ടുപേരും ചേർന്നാണ് ചെയ്യുന്നത്. സ്റ്റാഫ് ഉണ്ട്. ഇത് ഈ ബിസിനസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണിത്. അത്യാവശ്യം പണിയുണ്ട്. അപ്പം പണിയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു സ്റ്റാഫിനെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ ഇതുകൊണ്ട് നടക്കും. അല്ലാതെ ഇപ്പം നമുക്ക് കിളക്കാനാണെങ്കിൽ ഒരാളിനെ പോയിട്ട് വിളിച്ചിട്ട് അവിടെ ഇവിടെ നിന്ന് അവിടെ വരെ കിളക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കിളച്ചിട്ട് ഇത് അങ്ങനെ പറ്റുന്ന ഒരു പണിയല്ല. ഫോൾട്ട് വന്നാൽ ഇതിന് ഡാമേജ് മീൻ ചത്തു. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മൾ ഒരാളിനെ കൊണ്ടുവന്ന് ഇത് ട്രെയിൻ ചെയ്തൊക്കെ എടുക്കുമ്പം പുള്ളിക്ക് ഒന്നും ഇതിനെക്കാട്ടിലും പൈസ ഞാൻ സ്വന്തമായിട്ട് ചെയ്താൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ പിന്നെ പെയിന്റിന്റെ പണിക്ക് വാർക്ക പണിക്ക് പോയി ഇതിനെക്കാട്ടിലും പൈസ കിട്ടുമല്ലെന്ന് തോന്നിയിട്ട് പുള്ളി അങ്ങ് പോകും. പിന്നെ നമ്മള് വീണ്ടും ആദ്യമേ തുടങ്ങണം. അയാൾ ട്രെയിൻ എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം. ഈ ഒരു സ്റ്റാഫ് കളഞ്ഞിട്ട് പോയാലും നമുക്ക് അടുത്ത സ്റ്റാഫിനെ കിട്ടുന്നിടം വരെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം. അതായത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അളവിൽ മാത്രമേ നമ്മൾ, അതാണ് നമുക്ക് എപ്പോഴും സേഫ്റ്റി. അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു 2 സ്റ്റാഫിനെ കിട്ടി 1-2 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, നല്ല കക്ഷിയാണ് എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കും. ഇത് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ബാരൽസ് കിട്ടും. ഈ ബാരൽ വാങ്ങിച്ചിട്ട് നടുക്കുന്ന 2 പീസാക്കി കട്ട് ചെയ്യും. അപ്പം 2 ടാങ്കായി. ഇതിപ്പോ ഒരു ബാരല് നടുക്കുന്ന് കട്ട് ചെയ്താണ് അപ്പുറത്ത് ഇപ്പുറത്ത്. എന്നിട്ട് പിന്നെ സ്ക്വയർ ട്യൂബില് ഈ ഫ്രെയിം അടിച്ചിട്ട് അതിനകത്തോട്ട് ഇതങ്ങനെ ഇറക്കി വെച്ചാണ്. 125 ലിറ്റർ ഒരു ടാങ്കില് വെള്ളം കൊടുക്കും. അതായത് 250 ബാരൽ. 250 ബാരൽ. മൊത്തം ഇതിൽ എത്ര ഹാഫ് ബാരൽ ഉണ്ട് സാർ? ഇത് ഏകദേശം 100ഓളം ടാങ്കുകളുണ്ട്. ഒരു 50ഓളം ബാരൽസ് കട്ട് ചെയ്തിട്ട് 100 ഹാഫ് ബാരൽ. അതെ. ഇത് യെല്ലോ പിങ്ക് എന്ന് പറയുന്ന ഒരു സ്ട്രെയിൻ ആണ്. ഇതിന് നല്ല ഡോർസലും ടെയിലും ഒക്കെയാണ്. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. നല്ല ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വിടർന്ന ടെയിലും ഡോർസലും. ഇത് എന്തിനാ സാർ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്? ഇത് ബ്രീഡിംഗ് കേജ് എന്ന് പറയും. ഈ ഞാൻ പറഞ്ഞല്ലേ ഈ ഗപ്പീസിന് ഈ കുഞ്ഞുങ്ങളെ തിന്നുന്ന സ്വഭാവം ഉണ്ടെന്ന്. അപ്പൊ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാല് ഈ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങള് ഇത് നെറ്റി കൂടെ അങ്ങ് താഴെ പോകും. അപ്പൊ അങ്ങനെ നമുക്ക് സേവ് ചെയ്യാം. ഇതിപ്പം അതെ. ഇതിപ്പോ ഇവര് ബ്രീഡിംഗ് സമയമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെണ്ണത്തിനെ പുറത്തു ഒക്കെ ഇട്ടേക്കുന്നത്. ഇത് മജന്ത എന്ന് പറയുന്ന ഒരു പുതിയ സ്ട്രെയിൻ ആണ്. അധികം ആരുടെയും ഇപ്പൊ നിലവിലില്ല. പുതിയ ഒരു സ്ട്രെയിൻ ആണ്. ഇത് പെയർ 250 ആണ്. പക്ഷെ ഇപ്പൊ അതിന്റെ കുഞ്ഞുങ്ങള് ഇപ്പൊ നിലവിലായി വരുന്നേ ഉള്ളൂ. സെയിൽ 1 മാസത്തിനുള്ളിൽ. പിന്നെ സാറേ ഇവർക്ക് ആഹാരം എന്താ സാറേ ഫുഡ്? ഇത് നമ്മള് പിന്നെ ബ്രൂഡിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർട്ടീമിയ ഫ്ലേക്സ് പോലത്തുള്ള സാധനങ്ങള്, പിന്നെ PL 300, ഇനിഷ്യോ ഫോക്കസ്, അങ്ങനെയൊക്കെയുള്ള ഈ പെല്ലറ്റും ഫ്ലേക്കും ഫുഡുകളുണ്ട്. അപ്പൊ അത് നമ്മള് ആണ് ഈ പിന്നെ ബ്രൂഡ്സിനൊക്കെ കൊടുക്കുന്നത്. ഇത് ഒരു ദിവസം എത്ര നേരം? ബ്രൂഡിന് 2 നേരെ കൊടുക്കും. ബാക്കിയുള്ള ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഫിഷുകളാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതുപോലത്തെ ഫിഷുകൾ ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലുള്ള അപ്പൊ ഇതുങ്ങൾക്ക് 3 to 4 ടൈംസ് കൊടുക്കും. പിന്നെ ഇത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മൾ ആർട്ടീമിയ ഹാച്ച് ചെയ്തിട്ട് 4 നേരം കൊടുക്കും. അതാണ് ഈ ആർട്ടീമിയ. അതാണ് ഇത്. ഇത് ബ്രൈൻ ഷ്രിമ്പിന്റെ എഗ്ഗാണ്. ഇതിട്ടിട്ട് ഒരു പ്രത്യേക അളവുണ്ട്. അതില് ഉപ്പും മറ്റേ ശകലം സോഡാപ്പൊടിയൊക്കെ ചേർത്ത് ഇട്ടിട്ട് വേണം. സോഡാപ്പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ pH ഒന്ന് കൂടാൻ വേണ്ടിയിട്ട്. സാർ അപ്പൊ ഇത് നല്ല ജോലിയുണ്ട്, അത്യാവശ്യം പണിയുണ്ട്. ഇത് യെല്ലോ ഗ്രീൻ ജാഗ്വാർ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. അതും ഒരു പുതിയ സ്ട്രെയിൻ ആണ്. ഇത് നല്ല ഈ ബോഡി സൈസും ഒക്കെ വെക്കുന്ന നല്ല പിന്നെ ടെയിലും ഉണ്ട്, ഡോർസലും ഉണ്ട്. ഇത് തന്നെ ഇതിപ്പോ ഗ്രീൻ ആണ്. ഇതിൽ നിന്ന് തന്നെ യെല്ലോ കളറിൽ ഈ പിന്നെ ഈ ഗ്രീൻ ഉള്ളിടത്ത് യെല്ലോ കളർ ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ട്. 2 ടൈപ്പും ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ AFR ഹൈഡോർസൽ എന്ന് പറയുന്ന ആൽബിനോ ഫുൾ റെഡ് ഹൈഡോർസൽ. ഇതിന്റെ നല്ല വിടർന്ന ടെയിലും ഈ പിന്നെ തൂങ്ങിക്കിടക്കുന്ന ഡോർസലുമാണ്. അതാണ് പേരായിട്ടാണോ സാറേ? പേരായിട്ടാണ്. ഇത് 200 രൂപ. ഫീമെയിലിനും ഡോർസൽ ഉണ്ട്. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതിന്റെ ബോഡിയിലേക്ക് ഇങ്ങനെ റെഡ് ചെറുതായിട്ട് കയറി വരുന്നുണ്ട് ഈ പിന്നെ ഇതിന്റെ ഫീമെയിൽസിന്റെ. അപ്പൊ സാധാരണഗതിയിൽ ഫീമെയിൽസിന് വെള്ള കളറായിരിക്കും, റെഡ് കയറത്തില്ല. പക്ഷെ ഈ സ്ട്രെയിനിന് അത്യാവശ്യം ഫീമെയിലിന്റെ ബോഡിയിലും ചെറുതായിട്ട് റെഡ് കയറുന്നുണ്ട്.
ഇതിന്റെ മറ്റൊരു ഫീച്ചറാണ്. ഫിഷ് ഫുഡിന്റെ സെയിലുണ്ടോ സാർ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഫിഷ് ഫുഡും അത്യാവശ്യം ആക്സസറീസും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ഫുൾ ഗോൾഡ് എന്ന് പറയുന്ന ഐറ്റമാണ്. ഇതിന്റെ റിബൺ ലൈനേജും ഉണ്ട്, നോൺ റിബണും ഉണ്ട്. ഇതിപ്പം നോൺ റിബൺ ആണ്. ഇത് ഡാർക്ക് പിന്നെ പർപ്പിൾ എന്ന് പറയുന്ന ഡാർക്ക് പർപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ട്രെയിനാണ്. അപ്പം ഇതിൽ നിന്ന് ഒരു പിന്നെ 10 കുഞ്ഞുങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരെണ്ണമൊക്കെ ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്ന വേറൊരു സ്ട്രെയിൻ ഉണ്ട്, അതും ഇറങ്ങാറുണ്ട് ഇതിൽ നിന്ന്. ഇത് പിന്നെ മെയിലിനും ഫീമെയിലിനും ഇയറൊക്കെ ഉണ്ട്. നല്ല ഈ പിന്നെ പർപ്പിൾ കളർ ഇങ്ങനെ കയറി വരുന്ന നല്ല രസമുള്ള ഒരു ഇനമാണ്. ആൾക്കാർക്ക് പൊതുവിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ്. അതിന്റെ നല്ല ടെയിലുമാണ്, കാണാൻ രസമുണ്ട്. അതെ. ഇത് 180 ആ റേഞ്ച്. ഇത് മേളിൽ നിന്ന് നോക്കിയാലും ഭംഗിയാണ്, സൈഡിൽ നിന്ന് നോക്കിയാലും വ്യൂ ആണ്. അതായത് ഗ്ലാസ് ടാങ്കിൽ ഇട്ടാലും നല്ല ഭംഗിയാണ്, സൈഡ് വ്യൂ നല്ല രസമായിരിക്കും. ഇത് സാന്റാക്ലോസ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ പഴയ ലൈൻ എന്ന് പറഞ്ഞ്. അപ്പൊ അതിന്റെ ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ലൈനാണ് സാന്റാക്ലോസിന്റെ. ഈ സാന്റാക്ലോസിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റെഡും വൈറ്റിന്റെ കോമ്പിനേഷൻ ഉണ്ട്. നമ്മുടെ ക്രിസ്മസ് ആ ഒരു കോമ്പിനേഷൻ ടെയിലും ഡോർസലിലും ഒക്കെ വരുന്നുണ്ട്. കോമ്പിനേഷൻ കൊണ്ടായിരിക്കും ആ പേര്. അതെ അതെ, അതുകൊണ്ട് ആ പേര് വരുന്നത്. ഈ ശംഖുപോലെ ഇതിൽ കിടക്കുന്ന എന്താണ് സാർ? ഇത് ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്. സ്നെയിലാണ്. അപ്പൊ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ മീനിന്റെ ഈ കൊടുത്തിട്ട് അത് കഴിക്കാതെ വരുന്ന എക്സ്ട്രാ വേസ്റ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ, അത് ഇത് കൺസ്യൂം ചെയ്യും. അപ്പൊ ഈ ഡ്രം നല്ല ക്ലീൻ ആയിട്ട് ഒരു സ്കാവെഞ്ചിങ് പണിയാണ്. ഇതെങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണോ? വാങ്ങാൻ കിട്ടും. ഇത് ഇപ്പം ഇവിടുന്ന് ഇതൊക്കെ 50 രൂപ വിലയുള്ള ഒരെണ്ണം. ഇതും ബെറ്റയാണ്. നമ്മുടെ ഫുൾ റെഡ് മൊത്തം ചുവപ്പ് കളറിലുള്ള പിന്നെ OHM എന്ന് പറയും, ഓവർ ഹാഫ് മൂൺ. അപ്പൊ അതിന്റെ ഫിഷാണ്. ഇതില് പിന്നെ ബോട്ടിലിംഗ് സ്റ്റേജ് ആയതുണ്ട്. അങ്ങനെ ഓരോന്നിനായിട്ട് പിടിച്ച് ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. ഇത് നമ്മുടെ ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഫുള്ള് ബ്ലാക്ക് കളറിൽ വരും. ചെറിയൊരു ഇയറും ഉണ്ട്. പിന്നെ നല്ല ഡോർസലും വിരിഞ്ഞ വാലും ഒക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള സോളിഡ് കളർ എന്നുള്ളതിലേക്ക് നല്ല മൂവ്മെന്റ് ഉള്ള കടകളിലൊക്കെ ഇത് ഭയങ്കര ഡിമാൻഡാണ്. ചെറിയ പൈസയേ ഉള്ളൂ, 125 100 125 ആ റേഞ്ചിൽ കൊടുക്കും. അപ്പൊ ഇത് നല്ല സെയിലും ആയിരിക്കുമല്ലോ. അതെ അതെ, നല്ല ഡിമാൻഡുള്ള ഒരു സാധനമാണ്. ഇത് പ്ലാറ്റിനം ഗോയി എന്ന് പറയുന്ന ഒരു ഫിഷാണ്. ഒരു ക്യാപ്പുണ്ട്, അതുകൂടാതെ പിന്നെ ചെറിയ ഇയറും ഉണ്ട്. ഈ ക്യാപ്പ് ഇയറും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ഇപ്പം ജുവനൈൽ സൈസാണ്. ഈ ഇതിന്റെ ബ്രൂഡ് ഞാൻ ഈ അടുത്തിടയ്ക്ക് എടുത്തതാണ്, പക്ഷെ അത് അതിന്റെ പിന്നെ മെയില് ഡെത്തായി പോയി. അപ്പം അതിന്റെ ഒരു ബാച്ചിൽ കിട്ടിയ കുറച്ച് കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടേക്കുന്നത്. സാറേ ഈ ടബുകളൊക്കെ ഇത് ഞാൻ പറയില്ല, അവിടെയാണ് നമ്മൾ ബ്രൂഡിനെ ഇട്ടേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് കുഞ്ഞുങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനെ എടുത്ത് ഇതുപോലത്തെ ടബുകളാക്കും. ടബുകളിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇതിന് ഒരു 4 നേരം നമ്മള് ഈ ആർട്ടിമിയ ഈ ഹാച്ച് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഹാച്ച് ചെയ്തിട്ട് അരിച്ചെടുക്കും. അതിന് ആർട്ടിമയുടെ അരിക്കുന്ന ഒരു നെറ്റ് ഉണ്ട്. അപ്പൊ ആ നെറ്റ് വെച്ച് അരിച്ചെടുത്തിട്ട് അത് നമ്മൾ കുറെ വെള്ളവും കൂടെ ചേർത്തിട്ട് 4 നേരമായിട്ട് ഇവർക്ക് കൊടുക്കും. ഫാസ്റ്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. കാര്യം പ്രോട്ടീൻ ഫുഡാണ്, പ്രോട്ടീൻ എൻറിച്ച്ഡ് ആണ്. പിന്നെ ലൈവ് ഫീഡ് ആയതുകൊണ്ട് ഇവർക്ക് ഒരു താല്പര്യമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുമ്പോ ഉമ്മാര് പുറകിന് പോയിട്ട് ചേസ് ചെയ്ത് പിടിച്ച് കഴിക്കും. അതാണ് ഇതെല്ലാം അത് തന്നെയാണ്. ഇതെല്ലാം അങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ സെക്ഷനാണ്. അതാണ് ഓരോന്നിനും പേരും ജനിച്ച ഡേറ്റും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ മജന്ത എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഞാൻ ബ്രൂഡ് കാണിച്ചില്ല, അതിന്റെ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ അത് അത്യാവശ്യം എന്താണ്ട് ആയി വരുന്നുണ്ട്. ടെയിലൊക്കെ കളർ കയറി തുടങ്ങി. ഇത് ജൂലൈ 15 ഉള്ളതാണ്. അപ്പം ഓഗസ്റ്റ് 15 കഴിഞ്ഞ് ഇപ്പം ഒരു മാസം കഷ്ടി കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇതിന് നല്ല ടെയിലിനൊക്കെ നല്ല കളർ നമ്മള് നേരത്തെ കണ്ട മെറ്റൽ ബ്ലാക്ക് ഇല്ലേ, അതിന്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ജൂലൈ. അത് അവിടെ എല്ലാത്തിനും ലേബൽ ചെയ്തിട്ടുണ്ട്. ജൂലൈ 21 ജനിച്ചത്. ജനിച്ച ഡേറ്റ് ഉണ്ട്, ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ജനന രജിസ്റ്റർ ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ ടബിലും ഇത് ഉണ്ട്, എല്ലാ ടബിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അറിയാൻ പറ്റും. പിന്നെ ഗ്രോത്ത് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഗ്രോത്ത് സ്ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്താണ് ഇനി എന്തോ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. ഫുഡ് മാറ്റം വരുത്തണോ അങ്ങനെയുള്ള കാര്യം വേണം. കണക്കുണ്ടെങ്കിലുള്ളൊരു ഗുണം അതാ.
ഈ ബക്കറ്റിൽ ഇതെന്തോ സാറേ കലക്കി വെച്ചിരിക്കുന്നു? ഇത് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇല്ലേ കടയിൽ, അത് എടുത്ത് കലക്കി വെച്ചേക്കുന്നതാണ്. ഇതൊരു അണുനാശിനിയാണല്ലോ. അപ്പൊ നമ്മള് പിന്നെ ഓരോ തവണയും ഈ മീനിനെയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് ജസ്റ്റ് ഇതിനകത്തൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്യും. മുക്കി എടുത്തു കഴിഞ്ഞാല് അതിന്റെ ഇൻഫെക്ട് വല്ല എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതങ്ങ് പോകും. അപ്പൊ നമ്മള് പല ടാങ്കില് മുക്കുമ്പം ഒരു ടാങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത ടാങ്കിലേക്ക് ബാധിക്കും. മത്സ്യങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകില്ല. അങ്ങനെ ബാധിക്കാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ആണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പാത്രങ്ങളും എല്ലാം അതിൽ കഴുകിയെടുക്കും. ഇതാണ് സാറിൻ്റെ അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ ശേഖരം. ഏകദേശം 10ഓളം വെറൈറ്റി അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. സാറേ, ഈ പ്ലാന്റ്സിന്റെ പേര്? ഇത് ലിംനോഫില എന്ന് പറയുന്ന ഒരു സാധനമാണ്. ലിംനോഫില അരോമാറ്റിക്ക എന്ന് പറയും. എവിടുന്നാ സാറേ ഇത് കളക്ട് ചെയ്യുന്നത്? ഇത് നമ്മൾ ഇവിടുത്തെ കുറെ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ വളർത്തുന്ന ഫാമുകളുണ്ട്. അപ്പൊ ആ ഫാമുകളിൽ പോയിട്ട് അതിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുന്നതാണ്. ഇത് പിന്നെ നമ്മുടെ കബാമ്പ എന്ന് പറയുന്ന സാധനമാണ്, ഗ്രീൻ കബാമ്പ. അതിന്റെ റെഡും ഉണ്ട്, പക്ഷെ റെഡ് ഞാൻ കുറെ ആളായിട്ട് തപ്പി കിടക്കുക, കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ മിന്റിന്റെ തന്നെ ചെറിയ ലീഫുള്ളതും അതിന്റെ തന്നെ വലിയ ലീഫുള്ളതും. വലിയ ലീഫുള്ളതാ സാറേ. ഇത് ഏത് വെറൈറ്റിയാണ് സാർ? ഇത് നമ്മുടെ ബാക്കോപ്പ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ബാക്കോപ്പ കരോലിനി, അത് ആ വിഭാഗത്തിൽ പെട്ടാണ്. ഇതിന്റെ പ്ലാസ്റ്റിക് കണക്ക് തോന്നുന്നു ഇതിന്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ. ചെറിയ അതിന്റെ കൂട്ടത്തിൽ കിടക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ആമസോൺ സോഡ് പ്ലാന്റ് ആണ്. ഇതിൽ ചെറിയ പൂവും വരും. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് പുതിയ പുതിയ തൈകൾ ഇങ്ങനെ വെട്ടിക്കിളർത്ത് വരും. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതും ആമസോൺ സോഡ് തന്നെ. അതിന്റെ തൈകൾ ആയി വരുന്നത് ഇങ്ങനെ. ഇതിപ്പോ ഓരോന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പോട്ടിലാക്കി കഴിഞ്ഞാൽ ഇതൊരു പ്ലാന്റ്. അപ്പോൾ സാറേ, ഇതിന് എന്ത് വളങ്ങളാണ് സാറേ കൊടുക്കുന്നത്? ഇതെന്ന് വെച്ചാൽ അപ്പുറത്ത് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുപൊടിയും പിന്നെ ചാണകവും സാധാരണ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് താഴെ ഇടും. താഴെ ഇട്ടിട്ട് അതിന്റെ മേളിൽ ഒരു 2 ഇഞ്ച് കനത്തിൽ നമ്മൾ ആ പുഴമണൽ അത് വിരിക്കും. അങ്ങനെ ഫ്രിഡ്ജ് ബോക്സ് മൊത്തത്തില്. അപ്പൊ അങ്ങനെ വിരിച്ചിട്ട് അതിനകത്ത് പ്ലാന്റ് ചെയ്തേക്കാണ്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇതേ പരിപാടി തന്നെ ഒരു പോട്ടിൽ ചെയ്തേക്കുന്നത്. പോട്ടിനകത്ത് പിന്നെ ഏറ്റവും അടിയിൽ പിന്നെ എല്ലുപൊടിയും ചാണകവും മണ്ണും തമ്മിലുള്ള മിക്സ്ചർ, അതിന്റെ മേളില് മണലിട്ടിട്ട് ഇത് നട്ടേ. ഇത് വാട്ടർ പപ്പിയുടെ തന്നെ വേറൊരു ഒരു വകഭേദമാണ്. കാച്ചിലിന്റെ ഇലയാണ് ഇരിക്കുന്നത്. സ്ക്വീഡ് എന്ന് പറയുന്ന പായലാണ്. ഇത്രേ ഉള്ളൂ. ഇത് അസോളയുടെ കണക്ക്. ഇത് നല്ല പിന്നെ ഈ കാർപ്പിനൊക്കെ ഭക്ഷണമായിട്ടും കൊടുക്കാവുന്ന സാധനമാണ്. ഇത് നമ്മുടെ വല്ലിസ്നേറിയ എന്ന് പറയുന്ന നമ്മുടെ പുല്ല് കണക്കത്തെ സാധനം, വലുതായിട്ട് വളരുന്ന ഒരു സാധനമാണ് വല്ലിസ്നേറിയ. ഇതൊക്കെ സെയിലുള്ള വെറൈറ്റിയാണ്. ഇത് ഇപ്പം തൽക്കാലം നമ്മൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇത് സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ പിന്നെ മിക്കി മൗസ് സോഡ് ആണ്. ഇത് പിന്നെ നമ്മുടെ ബാക്കോപ്പ പോലുള്ള ആ ഒരു വിഭാഗത്തിൽ പെട്ടെന്ന്, അല്ല കബാമ്പ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അതിന്റെ ആ ഒരു വിഭാഗത്തിൽ പെട്ടാണ്. ഇത് വളരെ തിന്നായിരിക്കും, കണ്ടില്ലേ? ഇല വളരെ തിന്നായിരിക്കും, റെഡ് കളറിൽ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വല്ലിസ്നേറിയയുടെ തന്നെ ട്വിസ്റ്റഡ് വെറൈറ്റി ആണ്. അതിങ്ങനെ ഈ സ്പൈറൽ കണക്ക് ചുരുണ്ട് ഇങ്ങനെ വരും. നല്ല രസമാണ്. ഇതിനകത്ത് നിറച്ച് മീനുണ്ട്, പക്ഷെ ഒറ്റ സൗണ്ട് കേൾക്കുമ്പോഴേ അങ്ങ് താഴെ പോകും. നമ്മുടെ പൈനാപ്പിൾ സോഡാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരുപാടെണ്ണം ഉണ്ട്, പക്ഷെ അതെല്ലാം അടിയിലായി. ഇതില് മെയിലാണ് ഈ വാലുള്ളത്. ഇതാണ് മെയില് ആണ് ഇത്. പിന്നെ ഇത് ഫീമെയില്. ഇതാണ് മെയില്. അതിന്റെ വാല് കണ്ട നല്ല രസമല്ലേ? അത് പൈനാപ്പിൾ തന്നെ. ഇത് മറ്റേ കാർപ്പറ്റ് പ്ലാന്റ് വിഭാഗത്തിൽ വരുന്നതാണ്. ജാവ മോസ്, ക്രിസ്മസ് മോസ്, അങ്ങനെ 1-2 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതേ ഉള്ളൂ. ഇത് നമ്മള് ചിരട്ടക്കകത്ത് സെറ്റ് ചെയ്തേക്കുന്ന. അതിങ്ങനെ പടർന്ന് അങ്ങ് പിടിച്ചോളും.
ഇവിടെ ഇങ്ങനെ റഫായിട്ടുള്ള സർഫസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പിടിച്ചങ്ങ് വളരും. ഇതൊക്കെ ഇവിടെ പറ്റി പിടിച്ച വളർന്നേക്ക്. അതിനെ നമുക്ക് ചിരട്ടയിലാക്കാം. ചിരട്ടയിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് സ്പ്രെഡ് ചെയ്ത് വരും. നമ്മുടെ അലങ്കാര മത്സ്യങ്ങളുടെ ഔട്ട്ലെറ്റ് ആണ് ഇത്. ഇത് നമ്മുടെ ഓസ്കാർ, കോപ്പർ ഓസ്കാർ എന്ന് പറയുന്ന ഫിഷാണ്. ടൈഗറും ഉണ്ടായിരുന്നു, ടൈഗർ തീർന്നു. പിന്നെ ആൽബിനോ ഓസ്കാറും പിന്നെ ഫയർ റെഡും അവിടെ ആ ടാങ്കിൽ കിടപ്പുണ്ട്. പിന്നെ ഇത് ബാർബ് ഐറ്റംസ് ആണ്, ടൈഗർ ബാർബ്. അതിന്റെ ഗ്രീനും റെഡും. ഗ്രീൻ അത്യാവശ്യം കോമൺ ആണ്, പക്ഷെ റെഡ് ഇച്ചിരി റയറാണ്. ഇങ്ങനെയുള്ള 2 ഐറ്റം. പിന്നെ ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒറാൻഡ ഗോൾഡ് ഫിഷ്. അതെ, റേറ്റ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ചെറിയ ഗോൾഡ് ഫിഷ്, സ്മോൾ. ഇതാണ് റെയിൻബോ ഷാർക്ക് എന്ന് പറയുന്നത്. ഇത് പിന്നെ പേര് 150, 160 ആ ഒരു റേഞ്ചാണ്. പിന്നെ ഇത് കാർപ്പിന്റെ വലുത്, നമ്മുടെ ആ അവിടത്തുള്ള വലിയ ടാങ്കിൽ നിന്ന് ഈ സെയിലിന് വേണ്ടി 3-ാമത്തിന് പിടിച്ചിട്ടുള്ളതേ ഉള്ളൂ. കാര്യം നമ്മൾ കസ്റ്റമേഴ്സ് വരുമ്പോ അതിന് പിടിക്കാൻ അപ്പൊ കസ്റ്റമേഴ്സിന് അകത്തോട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും അവരകത്തോട്ട് പോകും, അവരൊക്കെ ഇത് കാണണം എന്നുള്ളതുണ്ട്. പിന്നെ ഇത് നമ്മുടെ സിൽവർ ഷാർക്കാണ്. ഈ വില ഇതല്ല, ഇത് നേരത്തെ വേറെ മീൻ കിടന്നതാണ്. ഇത് അത്യാവശ്യം വിലയുള്ള മീനാണ്. അത് ജോഡി പിന്നെ 180 ആ റേഞ്ചാവും. പിന്നെ ഇത് ആൽബിനോ ഷാർക്ക് എന്ന് പറയുന്നത്. ഷാർക്കിന്റെ 3 വെറൈറ്റീസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ആൽബിനോ ഷാർക്ക് ഇത് പിന്നെ ജോഡി 120 ആ റേഞ്ചാവും. പിന്നെ ഈ കാണുന്നത് പോളാർ ബ്ലൂ എന്ന് പറയുന്ന ഒരു ഫിഷാണ്. അതിന്റെ കൂട്ടത്തില് പിന്നെ ഇത് SK ഗോൾഡും ഉണ്ട്. അതെ, ബ്ലൂ ഇങ്ങനെ വര സീബ്രയുടെ കണക്കത്തെ വര വരുന്ന സംഭവമാണ്. പിന്നെ ഇത് SK ഗോൾഡ്. ഇതിന്റെ അടുത്ത ചെറിയ സൈസാണ് ഇവിടെ കിടക്കുന്നത്. ഇതാണ് ടിൻ ഫോയിൽ എന്ന് പറയുന്ന ഐറ്റം. ഇത് നല്ല വലുതാവുന്ന മീനാണ്. പിന്നെ ഇത് ഷാർക്കിന്റെ കുഞ്ഞുങ്ങൾ. അത് ഒരു പീസിന് 25 രൂപ വെച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ ഇത് നമ്മുടെ ടെലിസ്കോപ്പ് എന്നൊക്കെ പറയുന്ന ബ്ലാക്ക് മൂൺ, ഗോൾഡിന്റെ ബ്ലാക്ക് കളറിലുള്ള. ഇതും മോൺസ്റ്റർ ഫിഷിന്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. റെപ്റ്റൈൽ കാറ്റ് ഫിഷ് എന്ന് പറയും. ഇത് അധികവും ഈ അടിയിലായിരിക്കും, ടാങ്കിന്റെ അടിയിലായിരിക്കും കിടക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മള് നേരത്തെ കണ്ട ഗപ്പീസ് ഉണ്ടല്ലോ, അതിന്റെ ഡിസ്പ്ലേ. അപ്പം ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഒന്ന് മേടിച്ചോണ്ട് പോവാം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ആൾക്കാർ ഇവിടെ നിന്ന് മേടിക്കത്തില്ല, അവർ അവിടെ വന്നേ മേടിക്കും. അവർക്ക് അത് കാണും, അതിലൊരു നിറവാണെന്ന് തോന്നുന്നു. പിന്നെ എന്തായാലും ഇവിടെ അങ്ങനെ കുറച്ച് ഇട്ടേക്കുന്നുള്ള. ഇനിയിപ്പോ ഇത് പതുക്കെ ഞാൻ അങ്ങോട്ട് മാറ്റുക. ഇവിടെ ഇട്ടിട്ട് കാര്യമില്ലേ, ആൾക്കാർ അവിടെ നിന്ന് മേടിക്കും. പിന്നെ ഇത് നമ്മുടെ സോട്ടയില് അവിടെ കണ്ടതിന്റെ പൈനാപ്പിൾ സോഡ്. ഇത് നമ്മുടെ ഗൗരാമി എന്ന് പറയുന്ന ഫിഷാണ്. ഈ മറ്റേ ജയന്റ് ഗൗരാമി അതല്ല, അത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇത് ചെറിയ ഗൗരാമി. ഇത് ഇത് ഒരു പേര് 120. ഇത് നമ്മുടെ വിഡോ ടെട്ര എന്ന് പറയുന്ന ഫിഷാണ്. പിന്നെ ഇത് കുറച്ച് ചെടികളാണ്. ഇത് നമ്മൾ അവിടെ കണ്ട വാട്ടർ വിസ്റ്റീരിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് മെക്സിക്കൻ സോഡ്, ഇത് ബാക്കോപ്പ. പുറവിലിരിക്കുന്നത് വാട്ടർ വിസ്റ്റീരിയാണ്, മെക്സിക്കൻ സോഡ്. ഇത് ഒരു പോട്ട് എങ്ങനെ വിലയ്ക്ക് കൊടുക്കും സാർ? ഇത് ഒരു പോട്ടിന് 50 രൂപ. 50 രൂപ. ഇത് നമ്മുടെ ഓസ്കാറിന്റെ ആൽബിനോ ഓസ്കാറും ഉണ്ട്, ഫയർ റെഡ് എന്ന് പറയുന്നത്. ഈ 2 ഐറ്റവും മിക്സ് ചെയ്തിട്ടേക്കാണ്. ഇതൊരു 10-40 എണ്ണം ഉണ്ടായിരുന്നതാണ്. അതിൽ ഇപ്പം 6-7 ഉള്ളൂ ബാക്കി. ഇത് ഷവൽനോസ് എന്ന് പറയുന്ന ഐറ്റമാണ്. ഇത് ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ബോഡിയിലുള്ള ടൈഗർ ഷവൽനോസ് എന്ന് പറയുന്നത്. ഈ ടൈഗറിൻ്റെ കണക്കത്തെ ആ പ്രിന്റ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഈ മോൺസ്റ്റർ ഫിഷ്, പ്രെഡേറ്റർ ഫിഷിൻ്റെ വെറൈറ്റി പെട്ടതാണ്. പക്ഷേ നമ്മൾ ഈ ഇതേവരെ ഇതിന് ലൈവ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ കൊഞ്ചും ചിക്കനും അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദാണ്ട ഒരു 3-4 പരൽമീനെ പിടിച്ചോണ്ട് ഇട്ടെന്നിട്ട് അവന്മാരെ തിരിഞ്ഞു നോക്കുന്നില്ല. കണ്ടോ, അത് ഈ കിടന്ന് ഓടുന്നുണ്ടല്ലേ. കോപ്പർ ഓസ്കാറാണ്.
ഇതിൻ്റെ പിന്നെ വലുത് ഇത് വേറെ 5-6 ഉള്ളത് തീർന്നു, ഇനിയിപ്പം ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളുടെ പോളാർ ബ്ലൂ പാരറ്റ്, ആ ഫിഷാണ്. ഇനി നമുക്ക് സാറിന്റെ ഫാമിലിയെ പരിചയപ്പെടാം. സാറ് ഫാമിലി. ഇത് എൻ്റെ വൈഫ് ശ്രീജ എന്നാണ് പേര്. അവളാണ്, അവളുടെ പേരിലാണ് ഈ ഫാമൊക്കെ. നമ്മൾ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് 2 മക്കളാണ്. മൂത്തയാളുടെ വിവാഹം കഴിഞ്ഞു, അവര് വിദേശത്താണ്. പിന്നെ രണ്ടാമത്തോള് MBA കഴിഞ്ഞിട്ട് ഇവിടെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. നമ്മുടെ ബാംഗ്ലൂരിൽ വോൾവോ ആൻഡ് ഐഷർ എന്ന് പറയുന്ന കമ്പനിയില്ലേ, അതിലെ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. നിങ്ങൾ രണ്ടുപേരും സ്ഥലത്തുള്ളു? നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ മക്കള്. ഇതെല്ലാം മാനേജ് ചെയ്യാൻ ഇതിൽ സന്തോഷമാണല്ലോ സാർ? അതെ അതെ അതെ, വളരെ ഹാപ്പിയാണ്. ഓക്കെ മാഡം, ശരി സാർ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.